തിരിച്ചടിയല്ലേ ഇത്? താങ്കൾ ഉന്നയിച്ചിരുന്ന വലിയൊരു ആക്ഷേപമാണ് ഇത് മുഖ്യമന്ത്രിക്കെതിരെ. നിയമപരമായൊരു ഒരു സെറ്റ് ബാക്കാണോ എന്ന് വെച്ചാൽ സെറ്റ് ബാക്കാണ്. ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. ഞാനത് ഉത്തരവ് പഠിച്ചതിന് ശേഷം, ഒരു കോടതി വിധിയാണല്ലോ, കോടതി വിധി വായിക്കുന്നതിന് മുമ്പ് അപ്പീൽ പോകുമെന്ന് ഒരു അഭിഭാഷകൻ കൂടി ഞാൻ പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. തീർച്ചയായിട്ടും കോടതി വിധി പഠിച്ചിട്ട് ഒരു ഹർജിക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആ വിധി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് എന്നെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകും. അല്ല, ഞാൻ ഉന്നയിച്ച കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ കോടതി അത് ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ കോടതിക്ക് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിധി വന്നത്. അപ്പോൾ അത് ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പരിശോധിച്ചിട്ട് ഞാൻ പ്രതികരിക്കാം. നിയമപരമായി സ്റ്റാൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് താങ്കൾ പൊളിറ്റിക്കൽ ഇക്കാലം അത്രയും ഉന്നയിച്ചിരുന്നതെന്നാണല്ലോ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് CPM ആവശ്യപ്പെടുന്നത് താങ്കൾ മുഖ്യമന്ത്രിയോടും മറ്റും മാപ്പ് പറയണം അതിനുള്ള സമയമായിട്ടില്ല. ഈ CMRL ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം ചെയ്തെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, അക്കോർഡിംഗ് ടു മീ, എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് എൻ്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞത്. പക്ഷേ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നത് എന്നുള്ളത്, കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ അതായത് താങ്കൾ ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു പറഞ്ഞത്, പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മാറി. അത്തരത്തിലൊരു അവ്യക്തത ഇല്ലില്ല. ബോത്ത് ഡസൻ മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വാദങ്ങളും കോടതി സ്റ്റാൻഡ് ചെയ്തില്ല എന്നല്ല ഇപ്പോഴത്തെ വിധി മനസ്സിലായി. അതെ. അപ്പോൾ ഇനി എന്താണ് ഞാൻ വിധി പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗം ഇക്കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു എന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് കോടതി വിധി ഞാനും നിങ്ങളും വായിച്ചില്ലല്ലോ. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.